പൈസ കിട്ടിയ സന്തോഷത്തിൽ വീട്ടിലേക്ക് പോവുകയാണ് ശ്രുതി. അപ്പോൾ ശ്രുതി പറയാണ് വീട്ടിൽ ചെന്ന് ഉടനെ തന്നെ എല്ലാവരെയും അവിടെ വിളിച്ചു വരുത്തിയിട്ടേ അച്ഛന് കൊടുത്ത പൈസ അച്ഛൻ്റെ കയ്യിൽ തന്നെ കൊടുക്കണം. എന്നിട്ട് 4 പഞ്ച് ഡയലോഗ് പറയണം. ശ്രുതി നീ എനിക്ക് 4 പഞ്ച് ഡയലോഗ് പറഞ്ഞതായോ എന്ന് പറയൂട്ടോ. അപ്പോൾ ശ്രുതിയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കുകയാണ്. നീ എന്താ നോക്കണേ, നിനക്ക് ആലോചിക്കാൻ സമയം വേണോ? എനിക്കൊന്നും കിട്ടണില്ല എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും അതെ, ദൈവം ബുദ്ധി തന്നിരിക്കുന്നതേ അത് ഉപയോഗിക്കാനാ, അല്ലാതെ ഇത് എടുത്തു വയ്ക്കാനല്ല. അപ്പം നീ എന്തെങ്ങനെ പറയണേ ചോദിക്കുമ്പോൾ ഈ പൈസ നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല, ഇത് വെച്ചിട്ട് നമ്മൾ കാനഡയ്ക്ക് പോകാനുള്ള പൈസ കൊടുക്കാൻ പോവാം. അതിനുശേഷം അവിടുത്തെ ചിലവുകൾക്ക് വേണ്ടിയിട്ടും പൈസ വേണ്ടേ, അതിനൊക്കെ ഇത് ഉപയോഗിക്കാം എന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കും അപ്പോൾ അച്ഛനെ തിരിച്ചു കൊടുക്കണ്ടേ എന്ന് ചോദിക്കും. അങ്കിളിന് തിരിച്ചു കൊടുക്കണം, അവിടെ ചെന്ന് ജോലിയൊക്കെ ചെയ്തിട്ട് ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കാം, അങ്ങനെ ചീത്തപ്പേരും മാറും എല്ലാം മാറും എന്നിങ്ങനെ പറയും. ശ്രുതി പക്ഷേ എനിക്ക് നീ ഇല്ലാണ്ട് പോകാൻ പറ്റില്ല, എനിക്ക് നീയും വേണം എന്ന് പറയും. അപ്പോൾ അതിനെന്താ, നമുക്ക് 2 പേർക്ക് കൂടി പോവാം, എന്തായാലും ഇത്രയും പൈസ കയ്യിലിരിക്കുകയല്ലേ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അത് നല്ല ഐഡിയ എന്നിങ്ങനെ പറയും. അതിനുശേഷം ഈ ഓഫീസിൽ പോയിട്ട് ഈ പോകേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി പൈസ അടയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവർ പറയും യു ആർ ടു ലേറ്റ്, നിങ്ങൾ ഭയങ്കരമായിട്ട് വൈകിപ്പോയി, ആ വേക്കൻസി വേറൊരാൾക്ക് കൊടുത്തു, നിങ്ങൾ തന്നെ എത്ര തവണ വിളിച്ചു, നിങ്ങളൊന്നും റെസ്പോണ്ട് ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് ശ്രുതി പറയും എനിക്ക് തീരെ ഭാഗ്യമില്ല, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഈ പൈസ വെച്ചിട്ട് നമുക്കൊരു ബിസിനസ് തുടങ്ങാം എന്ന് പറയും. അതൊക്കെ തുടങ്ങാം, പക്ഷേ ഇത്രയും പൈസ എവിടെ നിന്നാണ് വീട്ടിൽ ചോദിച്ചാൽ എന്ത് പറയും എന്ന് പറയുമ്പോൾ ശ്രുതി പറയും അതെൻ്റെ അച്ഛൻ അയച്ചെന്നതാണ്, ഇപ്പോൾ 25 ലക്ഷം രൂപ അയച്ചെന്നു, ഇനി ആവശ്യമുണ്ടെങ്കിൽ പിന്നെ അയച്ചെന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവാ, നിൻ്റെ അച്ഛൻ ജയിലിലല്ലേ, അപ്പോൾ അതെങ്ങനെ അയച്ചെന്ന് ചോദിച്ചാൽ എന്ത് പറയും ചോദിക്കുമ്പോൾ ശ്രുതി പറയും അതെൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വഴി അയച്ചു എന്നൊക്കെ പറഞ്ഞാൽ മതി, ശ്രുതി എൻ്റെ കൂടെ നിന്ന് തന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ അവർ വീട്ടിൽ ചെന്നിട്ട് എല്ലാവർക്കും ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടാവും, അതെല്ലാവർക്കും കൊടുക്കുകയാണ്. എന്നിട്ട് പറയും എൻ്റെ അച്ഛൻ ഇങ്ങനെ പൈസ അയച്ചെന്നുണ്ടായിരുന്നു, 25 ലക്ഷം അയച്ചിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ സച്ചി പറയും അതെന്തായാലും നല്ല കാര്യം എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും നിനക്കല്ലല്ലോ നല്ല കാര്യം, എനിക്കല്ലേ എന്ന് പറയും. അതല്ലല്ല അച്ഛന് നല്ല കാര്യം എന്ന് പറയും. അതെന്താ, എനിക്ക് എന്തായാലും അച്ഛൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ കടം മോഷ്ടിച്ചിട്ട് ഓടിപ്പോയാനല്ലേ, അപ്പോൾ അതിൽ 25 ലക്ഷം രൂപ കിട്ടി, അപ്പോൾ അത് അച്ഛന് കൊടുക്കാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രുതിയൊക്കെ ആകെ ഇങ്ങനെ പേടിച്ച പോലെ അങ്ങനെ നിൽക്കുകയാണ്. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.